എല്ലാവർക്കും നമസ്കാരം. ഞാൻ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിരുന്ന കാലത്ത് ഞാൻ ഡയറക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് നടന്മാരും നമ്മുടെ അശ്രീ അശോകൻ ചേട്ടൻ, സെലിം കുമാർ, അനീബ് ഖാൻ, ഒടിയൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, നരേന്ദ്രപ്രസാദ് സാറ്, പിന്നെ ഫറീസ് ചേട്ടൻ, സിദ്ദിഖേട്ടൻ എന്നോട് അധികം അഭിനയിച്ചിട്ടില്ല. അല്ലെങ്കിൽ സിദ്ദിഖേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവര് പ്രൊഡ്യൂസേഴ്സൊക്കെ വരുമ്പോൾ പറയും ജോണിക്ക് ഒരു പണം കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പം ഞാൻ നടനായി നമ്മൾ ചില അസിസ്റ്റന്റ് അസോസിയേറ്റുകളെ കാണും. അവരുടെ കഷ്ടപ്പാട്, അവരുടെ ആത്മാർത്ഥം, അവരുടെ ആ ഡയറക്ടറോടുള്ള കൂറ്, ആ പ്രൊജക്ടറോടുള്ള കൂറ്. അപ്പം നമ്മൾ ആഗ്രഹിക്കും ഇയാളൊരു ഡയറക്ടറായിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള മലയാളത്തിലെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒരാളാണ് ബിൻഡോ. നമുക്ക് തോന്നിയിട്ടുണ്ട് ബിൻഡോ ഒരു ഡയറക്ടറായിരുന്നെങ്കിൽ. കാരണം നെയ്മറും ഉപചാരപുരം കുണ്ടജയനും 2 ഹിറ്റ് സിനിമകളായിരുന്നു. 2ലും ബിൻഡോ ആയിരുന്നു അസോസിയേറ്റ്. പിന്നെ ഈ സിനിമ എനിക്കൊരു സ്പെഷ്യലാണ്. കാരണം ഈ ഷാരിസ് എനിക്ക് വേഷം തന്നൊരു സന്തോഷം, ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് ദിലീപായിട്ട് ഉദയവര സുൽത്താൻ, മായപ്പന്മാൻ. അപ്പോൾ ഈ മായപ്പന്നിയിലാണ് സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നത്. പിന്നെ അസോസിയേറ്റ് ആയിട്ട് പറക്കും തളിക, കുഞ്ഞിക്കൂനൻ, ഡയറക്ടറായിട്ട് മൂസ, കൊച്ചി രാജാവ്, ഗരുഡ്. ഈ സിനിമകളെല്ലാം വിജയചിത്രങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ദിലീപുമായിട്ട് ഒരു കോംബോ ചെയ്തിട്ട്. എനിക്കൊന്ന് ആദ്യമായിട്ട് ദിലീപായിട്ട് ഇത്ര സ്ക്രീൻ സ്പേസ് ഉള്ളൊരു സിനിമ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഒരു സിനിമ ഇത് ഹിറ്റാക്കാൻ അതെനിക്കൊന്നും എല്ലാ പടങ്ങളും ഹിറ്റാണെന്ന് ഞാൻ ആഗ്രഹിക്കും, വർക്ക് ചെയ്തിട്ടുള്ളതല്ല. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഒരു ആവശ്യമായിരുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ട ദിലീപിനോട് ഞാൻ അഭിനയിച്ച സിനിമ ഇത്രയും, പിന്നെ ബിൻഡോയുടെ സിനിമ, ഷാരിസിൻ്റെ സിനിമ, ലിസ്റ്റിൻ്റെ സിനിമ, ഇത് ഓടണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം അതിന് വഴിയൊരുക്കിയ സർവശക്തനായ ദൈവത്തിനും, പിന്നെ വിമർശനങ്ങളെ പോലും വിമർശിച്ച് ഈ സിനിമ നിങ്ങളൊന്നും പറയുന്നവരല്ല, ഇത് ഒരുപാട് ചിരിക്കാനുള്ള ഞങ്ങളുടെ ദിലീപിൻ്റെ നല്ല തമാശ ഉള്ളൊരു കുടുംബചിത്രമാണെന്ന് മനസ്സിലാക്കി തിയേറ്ററിൽ പോയ ഈ നാട്ടിലെ നല്ല കുടുംബ പ്രേക്ഷകർക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ, സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും സത്യത്തെ അസത്യമായി കാണുകയോ ടാർഗറ്റ് ചെയ്തോ ഒന്നും ആരും വിമർശിക്കരുത്. കാരണം വിമർശിക്കുന്നവരും വിമർശനം ഏൽക്കുന്നവരും മനുഷ്യനാണെന്നൊരു ബോധ്യം എല്ലാ മീഡിയക്കാർക്കും മനുഷ്യർക്കും ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു സിനിമ വിജയിച്ചതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ആ സിനിമയിൽ പ്രവർത്തിച്ച ഞങ്ങളെല്ലാവരും. ആ സന്തോഷത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരു സിനിമ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. മുമ്പൊക്കെ ഞാനൊക്കെ സിനിമയിൽ വന്ന കാലത്ത്, അത് 40-40 വർഷം മുമ്പുള്ള കാര്യമാണ്, ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ വളരെ കുറവാണ്. അത് അന്ന് തിയേറ്ററുകൾ ഒരുപാടുണ്ട്. ഒരു സിനിമ വലിയ ഹിറ്റാവുന്നു എന്ന് പറയുന്നതും അതിൻ്റെ 100-ാം ദിവസം ആഘോഷിക്കുന്നതൊക്കെ അന്നൊരു ചടങ്ങുകളായിട്ട് നടക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഒരു സിനിമ വിജയിച്ചാൽ തന്നെ, അത് പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചാൽ തന്നെ, എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്നിട്ട് ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുക, സിനിമ കൊള്ളില്ല എന്ന് പറയുക, ആ സിനിമ കാണരുതെന്ന് പറയുക, ഇതൊന്നും മുമ്പുണ്ടായിരുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സിനിമ വിജയിച്ചാൽ പോലും, ജനങ്ങൾ ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ പോലും ഒരുപാട് പേര് അതിനെ, ആ സിനിമയെ പരാജയപ്പെടുത്താൻ, അതല്ലെങ്കിൽ ആ സിനിമ ഒരു പരാജയമായിരുന്നു, അതിൻ്റെ തിയേറ്റർ കളക്ഷൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമയെ മോശമാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർത്ത പ്രേക്ഷകരോട് ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ്. ഈ സിനിമയെ മോശം പറയുന്ന റിവ്യൂവേഴ്സിനെ വരെ ചീത്ത പറയുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരുപാട് പേര് സിനിമ മോശമാണെന്ന് പറഞ്ഞു മറ്റുള്ളവർ അതിനെതിരെ ബ്ലോഗ് ചെയ്തിട്ടൊക്കെ ആ സിനിമ നല്ലതാണെന്നും ആ സിനിമയെ കുറ്റം പറയുന്ന ആളുകളെ വിമർശിക്കുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടു. ഈ സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് അത്രയും നല്ല രീതിയിൽ എത്താൻ സാധിച്ചതുകൊണ്ടാണ് അങ്ങനെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഒരു സ്വീകരണം ഈ സിനിമയ്ക്കുണ്ടായത്. ഈ സിനിമ ഒരു വിജയമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ ഒരു വിജയം, ഞാൻ ഇതിനു മുമ്പും അഭിനയിച്ച ഒരുപാട് സിനിമകൾ വൻ വിജയങ്ങളായി തീർന്നിട്ടുണ്ട്. അത് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്, അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ കൊണ്ട് സിനിമാ ജീവിതം തുടങ്ങിയ കുറേ കലാകാരന്മാർ ഈ സിനിമയിലുണ്ട്.
ആദ്യമായി സിനിമ സംവിധാനം ചെയ്ത, ആദ്യമായി സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച ആൾ, അവരൊക്കെ അവരുടെ ഒരു ജീവിതം, സിനിമാ ജീവിതം ഇതിൽ ആരംഭിക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ സന്തോഷം അപ്പം ഞാനൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ 10 മടങ്ങാണ് അവർ ഈ സിനിമയുടെ വിജയം, അതിൽ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ സിനിമ. അവർക്ക് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്. ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ സിനിമാ പ്രവർത്തകർക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയുടെ ചെറിയൊരു വിഷമം എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയിൽ ഞാനും ദിലീപും കൂടെ ഞങ്ങൾ ആസ്വദിച്ച് ചെയ്ത ഒരുപാട് തമാശ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പൊട്ടിച്ചിരിച്ച തമാശ രംഗങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. അത് സിനിമയുടെ ലെങ്ത് കൂടിയപ്പോൾ കുറഞ്ഞു പോയതിൽ അത് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇനി അടുത്ത സിനിമയിൽ കൊണ്ടുവരാം. ഇനിയിപ്പോൾ അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പൊട്ടിച്ചിരിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല സന്ദർഭങ്ങൾ പലതും സിനിമയുടെ ലെങ്ത് കൂടി പോയതിൻ്റെ പേരിൽ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു വിഷമമായിട്ട് നിൽക്കുന്നത്. എങ്കിലും കുഴപ്പമില്ല, അത് വേറെ സിനിമയിൽ അത്തരം തമാശ രംഗങ്ങൾ ഇനിയും കൊണ്ടുവരാം. ഈ സിനിമ വിജയമാക്കി തീർത്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിൽ നന്ദി. നമസ്കാരം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.